ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാലപ്പ് ബോർഡർ ഡിസൈനർ സാരിയാണ്. ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അതുപോലെ ഞാനിവിടെ ഗോൾഡൻ ഷുഗർ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സാരിയുടെ മാച്ച് ചെയ്യുന്ന പോലെ ബീഡ്സ് സെലക്ട് ചെയ്യാം. ഞാനൊരു കാർഡ്ബോർഡ് പേപ്പറിലേക്ക് ഇതേപോലെ ഒരു വേവ് ഷേപ്പ് വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ ബോർഡർ ഭാഗത്താണ് കേട്ടോ ഈ സ്കാലപ്പ് വരേണ്ടത്. അപ്പോൾ ഒരു റഫ് തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബോർഡറിലേക്ക് ഇതേപോലെ ഈ പീസ് വെച്ചിട്ട് അതങ്ങ് വരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ബോർഡർ വേണോ അവിടെയൊക്കെ ഇതങ്ങ് വെച്ച് നമുക്ക് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ഒരേ ഷേപ്പിൽ സ്കാലപ്പ് ബോർഡർ വരുന്നതായിരിക്കും. ഇപ്പം വരച്ച ആ ലൈനിലൂടെ ഒരു റോ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരോ ഷുഗർ ബീഡ്സ് ആയിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് ബാക്കിലേക്ക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സിൻ്റെ പകരം കട്ട് ബീഡ്സ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന നീഡിൽ നമ്പർ 12 ആണ്. ഫസ്റ്റ് റോ നമ്മൾ ഫിനിഷ് ചെയ്ത ശേഷം ഒരു റോ ഷുഗർ ബീഡ്സും കൂടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നീഡിൽ ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ആ നീഡിലേക്ക് ഒരു 6 ഷുഗർ ബീഡ്സ് ഒന്നിച്ചെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ബീഡ് ഉണ്ടല്ലോ, ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തി അതൊരു റൗണ്ട് ഷേപ്പ് ആക്കുക. റൗണ്ട് ഷേപ്പ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കുവാണ് ഇപ്പോൾ നമ്മൾ. അപ്പം നടുക്ക് നമ്മൾ ബീഡ് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ എടുക്കണം. ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്താലേ ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ആ ഫ്ലവറിൻ്റെ പുറത്തുനിന്ന് ഇതേപോലെ ഒന്ന് നീഡിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 ഷുഗർ ബീഡ്സും കൂടെ എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവറും ചെറിയൊരു സ്റ്റെമ്മും നമുക്കായിട്ടുണ്ട്. അപ്പോൾ 2 റോ ഷുഗർ ബീഡ്സ് വയ്ക്കുക. പിന്നെ ഇതേപോലെ ഫ്ലവർ ചെയ്യുക, അതിൻ്റെ കൂടെ ഒരു സ്റ്റെമ്മും ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വർക്ക് ചെയ്യാനായിട്ട്. ഈ ഡിസൈൻ നമ്മൾ ബോർഡറിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ സ്കാലപ്പ് ചെയ്തെടുക്കുന്നത്.
നമ്മളിവിടെ ബീഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഓരോ ബ്ലാക്ക് ബീഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് തോന്നി. ഇനി നമുക്ക് ഈ ഫ്രെയിം ഒന്ന് ഇതുപോലെ തിരിച്ച് വയ്ക്കാം. ഇനി ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ആ ബീഡ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് ആ ഗ്ലൂ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ആ ത്രെഡിലെല്ലാം പറ്റുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിം ഒന്ന് തിരിച്ച് വയ്ക്കാം. ഇനി ഒരു കട്ടറോ അല്ലെങ്കിൽ സിസറോ വെച്ചിട്ട് ഇതുപോലെ എഡ്ജിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ബീഡൊന്നും ഇളകി പോകല്ല്. പിന്നെ നമ്മൾ ഓൾറെഡി ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് എഡ്ജസൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നൂലൊന്നും എഴുന്ന് പോകുമൊന്നുമില്ല. ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ ഇതുപോലെ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ, എന്നാലേ ആ പെർഫെക്ഷൻ വരുള്ളൂ. അതുപോലെ ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറേ ഒന്നും അപ്ലൈ ചെയ്യല്, വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുക, വേണ്ടത് മാത്രം ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ സാരി ഉടുക്കുമ്പം അതിൻ്റെ എഡ്ജ് നമ്മുടെ ദേഹത്ത് കൊണ്ട് ഉരയാനൊക്കെ ചാൻസ് വരും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോർഡർ ഇതുപോലെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇത് നമുക്ക് ഷോളിലോ സാരിയിലോ ഒക്കെ ട്രൈ ചെയ്യാം. നല്ല ഭംഗിയാണ്. ബ്ലാക്കിലും ഗോൾഡൻ കോമ്പിനേഷനും കൂടെ വരുന്നതുകൊണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. സ്കാലപ്പ് ബോർഡർ ഇപ്പോൾ ഭയങ്കര ട്രെൻഡുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.